മണ്ണാർക്കാട് നഗരം സമ്പൂർണ്ണ CCTV നിരീക്ഷണത്തിൽ. നെല്ലിപ്പുഴ പാലം മുതൽ കുന്തിപ്പുഴ പാലം വരെയുള്ള ഭാഗങ്ങളിലായി 46 ക്യാമറകളാണ് നഗരത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. മണ്ണാർക്കാട് നഗരത്തെ സുരക്ഷിത മേഖലയാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. നഗരത്തിൽ മാലിന്യം തള്ളുന്നത് പിടികൂടുക, ട്രാഫിക് പ്രശ്നങ്ങൾ നിരീക്ഷിച്ച് നടപടി സ്വീകരിക്കുക, ലഹരി ഉപയോഗവും കൈമാറ്റവും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. നെല്ലിപ്പുഴ പാലത്തിലും കുന്തിപ്പുഴ പാലത്തിലും വാഹനങ്ങളുടെ നമ്പർ വായിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള AI ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നഗരത്തിൽ ദേശീയപാതയിൽ റോഡുകൾ സന്ധിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരത്തിലെ ക്യാമറകളുടെ ദൃശ്യങ്ങൾ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലും നഗരസഭാ ഓഫീസിലും കാണാൻ കഴിയും. നഗരത്തിനുള്ളിലെ ട്രാഫിക് നിയമലംഘനങ്ങൾ, മോഷണം, അക്രമങ്ങൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ ക്യാമറകൾ പോലീസിന് ഏറെ സഹായകരമാകും. പൊതുമരാമത്ത് വകുപ്പിന്റെ ഇലക്ട്രിക്കൽ വിഭാഗമാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. മണ്ണാർക്കാട് നഗരസഭ CCTVക്കുള്ളിലാക്കുകയാണ്. അതായത് അത്രയും സേഫായി മണ്ണാർക്കാട് നഗരസഭ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു 60 ലക്ഷം രൂപ ചെലവിൽ 2023-24 പദ്ധതിയിൽ പാലക്കാട് PWD ഇലക്ട്രോണിക് വിങ്ങിനെ ഡിപ്പോസിറ്റ് ചെയ്യുകയും അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് മണ്ണാർക്കാട് ടൗണിൽ 46ഓളം ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അത് നെല്ലിപ്പുഴ കുന്തിപ്പുഴ പ്രദേശത്ത് 2 ക്യാമറ, അത് AI ക്യാമറയാണ്, അത് നമ്പർ റീഡ് ചെയ്യും. അതേപോലെ തന്നെ ഇതിൻ്റെ വിഷ്വല് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ റൂമിൽ ഇരുന്നുകൊണ്ട് മണ്ണാർക്കാട് ഉള്ള ട്രാഫിക് ലംഘനങ്ങൾ കണ്ടെത്താൻ കഴിയും. അതോടൊപ്പം തന്നെ ക്രിമിനലുകൾ എവിടെയെങ്കിലും ക്രൈം നടത്തി മണ്ണാർക്കാട് ടൗണിലേക്ക് NH പ്രവേശിക്കുകയാണെങ്കിൽ എല്ലാ NH നിന്ന് വരുന്ന റോഡുകളിലും ക്യാമറ ഉണ്ട്, എൻട്രൻസിൽ ക്യാമറ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണാർക്കാട് ടൗണിലേക്ക് പ്രവേശിക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്തു പോകുമ്പോഴോ ക്യാമറയിൽ ഇത് പിടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ക്രിമിനലുകൾ കൂടുതലായ മണ്ണാർക്കാടുള്ള ആളുകൾ ക്രിമിനൽസ് ഉണ്ടെങ്കിൽ അത് അവർ ഒഴിഞ്ഞു പോകും. എന്ത് നിയമലംഘനം നടത്തി കഴിഞ്ഞാലും പോലീസിന് അത് വളരെ പെട്ടെന്ന് കണ്ടെത്താനും നടപടിയെടുക്കാനും കഴിയും. അതുപോലെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു കാൽവെപ്പ് കൂടിയാണിത്. അത്തരം വ്യാപാരികളും മറ്റുള്ള ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ CCTV ക്യാമറയിൽ കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മണ്ണാർക്കാടിൻ്റെ ഒരു സുരക്ഷിതത്വമായിട്ടാണ് ഇതിനെ കണ്ടത്. അതേപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് ആരെങ്കിലുമൊക്കെ വണ്ടിയിൽ കൊടുന്ന് ആരും കാണില്ല എന്ന് വിചാരിച്ച് വലിച്ചെറിയുകയാണെങ്കിൽ അവർ പിടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം അത്ര ഒരു വലിയ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് മണ്ണാർക്കാട് നഗരസഭയിൽ ഇത്രയും പൈസ മുടക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ക്യാമറ സ്ഥാപിച്ചത്. 3 ലക്ഷ്യങ്ങളാണ്. ഒന്ന് മാലിന്യ സംസ്കരണ രംഗത്തുള്ളത്, അതുപോലെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ളത്, അതുപോലെ തന്നെ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് പോലീസിന് സുഗമമായ പ്രവർത്തനം. 2ാം ഘട്ടമായി ഉൾപ്രദേശങ്ങളിലും ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ പറഞ്ഞു. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്, ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്.